സിനിമയിൽ എന്തെങ്കിലും പ്രശ്നം നേരിട്ടുണ്ടോ ഇതേപോലെ ഓപ്പണായിട്ട് സംസാരിക്കുന്നതുകൊണ്ട്? ഓപ്പണായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ഇല്ല. പക്ഷേ ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ അവരുടെ അടുത്ത് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. ആ സമയത്ത് ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. നീ നിൻ്റെ കാര്യം നോക്ക്, നീ ആവശ്യമില്ലാത്തതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിത്തിൻ 2 days എനിക്ക് കോൾ വരും. അതെ, നീ അന്ന് ഇതായിരുന്നല്ലേ നീ പറഞ്ഞത്, ഞാൻ പിന്നെ ചിന്തിച്ചപ്പോഴാണ് എന്നാണ് എനിക്കിതുവരെ കിട്ടിയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്. പക്ഷേ ആ 2 ദിവസം ഞാൻ ഭയങ്കര സങ്കടത്തിലായിരിക്കും. കാരണം എൻ്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു കഥ കേൾക്കുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കില്ല, ഇത് വലിയ രസമായിട്ട് തോന്നിയില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരത് 10 ദിവസം കൊണ്ട് എഴുതിയ പടമായിരിക്കും, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് എഴുതിയ സീനായിരിക്കും, ഒരുപാട് കഷ്ടപ്പെട്ടതായിരിക്കും. അപ്പം നമ്മളൊരു പ്രേക്ഷകൻ്റെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ആ സമയത്ത് പറയുന്നത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ ആ സമയത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് അത് റിയലൈസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട അതായത് ഈ പടം ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി എൻ്റെ ഒഴിവിന് വേണ്ടി പുള്ളി വെയിറ്റ് ചെയ്യണം. അതായത് ഈ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കഥ ഇപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഡെവിൾസ് അഡ്വക്കേറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്യാരക്ടേഴ്സിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ട്രാക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്കാണ് വീണ്ടും വന്നത്. ഡയറക്ഷൻ ഇതുവരെ ഞാൻ ചിന്തിക്കാത്തൊരു മേഖലയായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ടോട്ടൽ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഒരു പക്ഷേ ഭാവിയിൽ ഒരു പടം ഡയറക്റ്റ് ചെയ്തേക്കും. കഥ എഴുതി സ്വന്തമായിട്ട് എനിക്ക് അതാണ് എനിക്ക് കംഫർട്ട് എന്ന് എനിക്ക് തോന്നുന്നു. കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ഏരീസ് ഗ്രൂപ്പിന് വേണ്ടി തന്നെ ഒരു 50 വർഷത്തിന് ശേഷമുള്ള അതൊരു ആനുവൽ ഡേക്ക് വേണ്ടി എഴുതിയൊരു ചെറിയൊരു സ്ക്രിപ്റ്റാണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷ്വൽ ട്രീറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ആ കമ്പനിയുടെ ടോപ്പ് ഹെഡ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നെക്സ്റ്റ് 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ കമ്പനി എന്തായിരിക്കണം എന്നുള്ളത് ഞാൻ ആ വിഷ്വലിൽ കാണിച്ചിട്ടുണ്ട്. 20 വർഷത്തിന് ശേഷം എന്തായിരിക്കും ഈ കമ്പനി എവിടെ ഇരിക്കും എന്നുള്ളത് ആ വിഷ്വലിലുണ്ട്. അപ്പോൾ അത് ഇന്നും അതിൻ്റെ CEO ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും അതിൻ്റെ മലയാളത്തിലായിരുന്നു ഞാനത് ചെയ്ത് അതിനെ തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിലാക്കി പുള്ളി അത് സർക്കുലേറ്റ് ചെയ്യുന്നത്. അതെനിക്ക് കിട്ടുന്ന വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ വേറെ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്കിതിൻ്റെ ഒരു തിരക്കഥ എങ്ങനെ എഴുതണമെന്ന് അറിയില്ല, എന്താ പറയുക, ഡയറക്ഷൻ എനിക്കറിയില്ല, ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഈ സിനിമ ഇപ്പോൾ പ്രൊജക്റ്റ് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെ എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് നമ്മളിരിക്കുന്ന ഈ ഇൻ്റർവ്യൂ പോലും ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേയിൽ, ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ടൈമിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഒരാൾക്ക് ഇനി ഒരു അച്ചീവ്മെൻറ്റ് വേണ്ട. ഞാൻ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ്.